मेरे साथ बोलिए भारत माता की जय, भारत माता की जय, भारत माता की जय। एंडे सुहृത്തുക്കളെ, तिरुवनंतपुरम में बीजेपी की जीत साधारण नहीं है। यह ऐतिहासिक है, अभूतपूर्व है। तिरुवनंतपुरम ने केरला में बीजेपी सरकार की नींव डाल दी है। तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया। इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है। ये गुड गवर्नेंस के लिए काम करने वाली पार्टी की जीत है। ये जीत विकसित केरला बनाने के संकल्प की जीत है और ये जीत एलडीएफ और यूडीएफ के करप्शन से केरला को मुक्त करने के कमिटमेंट की जीत है। मैं बीजेपी पर भरोसा जताने के लिए यहां के हर मतदाता का, एवरी वोटर का अभिनंदन करता हूं। नन्हे തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം അസാധാരണമാണ്, ഐതിഹാസികമാണ്, അത്ഭുതപൂർവമാണ്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് തിരുവനന്തപുരം അടിത്തറയിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നിങ്ങളെ സേവിക്കാൻ ഒരവസരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബിജെപിയുടെ വിജയകാഹളം കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ ഇന്ന് അലയടിക്കുകയാണ്. ഇത് സദ്ഭരണത്തിനായി യത്നിക്കുന്ന പാർട്ടിയുടെ വിജയമാണ്. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വിജയമാണിത്. ഇടത് വലത് അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള വിജയം കൂടിയാണ് ഇത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച തിരുവനന്തപുരത്തെ ഓരോ വോട്ടറെയും ഞാൻ അഭിനന്ദിക്കുന്നു. തിരുവനന്തപുരത്തിന് നന്ദി, നന്ദി തിരുവനന്തപുരം. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു यहाँ ये मैडम भी कुछ देना चाहती है लग रहा है। वो बड़ा किताब बना करके लाई लगती है। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു കൊച്ചുകുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും, അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ എസ് പി ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും കുഞ്ഞിന്റെ അഡ്രസ്സ് കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. जरा कोई कलेक्ट कर ले इसको। ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. मैं जानता हूं, मैं देश भर में जहां भी जाता हूं, बहुत से युवा, बहुत से बालक अपनी भावना प्रकट करते हैं और मैं जानता हूं कि इसके बाद कुछ मुझको विशेष प्रेम करने वाले लोग भांति भांति के रील बनाते हैं। कोई इसको प्री प्लान बड़ा ड्रामा है ऐसा कहते हैं। ये सारी गालियां मैं सुनता हूं। क्यों? क्योंकि मैं आपके प्यार को समझता हूं। इन छोटे छोटे बच्चों की भावनाओं को समझता हूं और इसलिए रील बनाने वालों की गालियां तो खाता रहूंगा, लेकिन अगर किसी बच्चे ने 2 दिन 3 दिन इस प्रकार से प्यार से मेहनत की है, मैं उसका अपमान नहीं कर सकता, मैं इसको दुखी नहीं कर सकता। रील जितने ही बनने हैं बन ले,
जनता के प्रति मेरी जो जिम्मेवारी है और जनता का मेरे प्रति जो भाव है वो इन रील से हजारों लाखों गुना अधिक ताकतवर है। ഞാൻ രാജ്യത്തെ എല്ലായിടത്തും പോകുന്നിടത്ത്, രാജ്യത്തെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നിടത്ത് എല്ലായിടത്തും യുവാക്കളും കുട്ടികളുമൊക്കെ അവരുടെ സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ സ്നേഹം ചിത്രങ്ങളായും പലവിധങ്ങളായ അവരുടെ ക്രിയേഷനായും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ റീൽസിൽ കൂടിയൊക്കെ അപമാനിക്കുന്നവരും ഇതൊക്കെ ഡ്രാമയാണ് എന്ന് പറയുന്നവരുമൊക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ വിശ്വസിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര റീൽസ് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ചാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കൊള്ളൂ. അതിലും എത്രയോ 1000 മടങ്ങാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. അവരോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്നേഹത്തോട് 1000 മടങ്ങ് എനിക്ക് വിധേയത്വമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.